ഹിച്ച് കിങ് നൊമാഡ് മാഹിൻ്റെ ട്രാവൽ വ്ളോഗുകൾ ഞാൻ മോസ്റ്റ്ലി എല്ലാം ഞാൻ കാണാറുണ്ട്. എനിക്ക് ഭയങ്കര എൻഗേജിങ് ആയിട്ട് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ട്രാവൽ വ്ളോഗേഴ്സിൻ്റെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് നമ്മുടെ മാഹിൻ. ട്രാവൽ വ്ളോഗ് ബൈ ചിത്രൻ ഞാൻ റെഗുലറായിട്ട് കാണാറുണ്ട്, സുജിത് ഭക്തൻ കാണാറുണ്ട്, അങ്ങനെ കുറച്ചധികം ആളുകളുണ്ട്. ദിൽഷാദ് യാത്ര ടുഡേ, അങ്ങനെ കുറേ പേരുണ്ട്. ഞാനിങ്ങനെ വളരെ ക്ലോസ് ആയിട്ട് അവരുടെ ട്രാവൽ വ്ളോഗ് ഇരുന്ന് ഞാൻ കാണും. സാൻഡപ്പൻ, ബിക്കോസ് അതൊക്കെയാണ് ഒരു ട്രാവൽ വ്ളോഗ് കാറ്റഗറിയിൽ എപ്പോഴും നമുക്ക് ഇങ്ങനെ ആ നാടിനെ കുറിച്ചും ഇൻഫർമേഷൻസ് മോസ്റ്റ്ലി ഇങ്ങനെ എല്ലാവരുടെ മുഖത്തും ക്യാമറ ഇരിക്കാതെ അവർ ഓപ്പോസിറ്റ് സൈഡിൽ ആ നാട് കാണിച്ച് അവിടുത്തെ ഇൻഫർമേഷൻസും കാര്യങ്ങളും പിന്നെ ആ നാടിന് വേണ്ടിയിട്ടൊക്കെ ഭയങ്കര രസമാണ് അവർ. സോ ഇപ്പോൾ ഈ ഒരു കോണ്ടന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാഹിനെ കാണാനില്ല. ഇസ്രായേലിൽ യാത്രയ്ക്ക് പോയ മാഹിൻ എങ്ക പോച്ച് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഞാൻ നോക്കുമ്പോഴും വ്ളോഗ് 1, 2, 3 വന്നു. 3 വന്നതിന് ശേഷം പിന്നെ കുറേ ദിവസമായിട്ട് ഇപ്പോൾ മാഹിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഇല്ല. പക്ഷേ ഞാനിപ്പോൾ ഈ വീഡിയോ പ്രിപ്പയർ ചെയ്യുന്ന ടൈമിൽ മാഹിൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഒരു പോസ്റ്റ് വന്നിരിക്കുകയാണ്. അതായത് മാഹിൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് എന്തുകൊണ്ട് മാഹിൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നില്ല ഇസ്രായേലിൽ നിന്ന് എന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയുടെ ലാസ്റ്റിൽ സംസാരിക്കാം. ആദ്യം നമുക്ക് ഈ ഒരു ഇസ്രായേൽ വീഡിയോ മാഹിൻ ഇടാൻ തുടങ്ങിയത് മുതൽ അത് 1, 2, 3 എന്ന് പറഞ്ഞ് 3rd വ്ളോഗിൽ ബ്ലോക്ക് ആയത് വരെയുള്ള കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. അതൊക്കെ സംസാരിക്കുന്നതിന് മുമ്പ് ഹിച്ച് കിങ് നൊമാഡ് മാഹിൻ്റെ ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡും പലസ്തീനെ കുറിച്ച് സംസാരിക്കുന്നതും ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞതുമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇൻ്റർവ്യൂ അതും ഇതൊക്കെ കോൺട്രവേഴ്ഷ്യൽ ആയിരുന്നു. മാഹിൻ ഒരു സുഡാപ്പി എന്നുള്ള രീതിയിൽ തന്നെയാണ് പ്രോപ്പറായിട്ട് കമൻറ്റ് ബോക്സിലെ ആളുകൾ എന്ത് ചെയ്തത്, അങ്ങനെ ഒരു സൈഡ് ലൈൻ ചെയ്ത് വിടല്ല. അത് ഞാൻ രാഷ്ട്രീയവും മതവും തലയ്ക്ക് വെച്ച് നടക്കുന്നവരെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ മാഹിൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ വ്ളോഗും കാര്യങ്ങളും പ്രോപ്പറായിട്ട് കാണുന്നവർക്ക് മാഹിൻ ഒരു സുഡാപ്പിയോ ഒരു വേറെ ഇതുമായിട്ടൊന്നും കാണാനും പറയാനൊന്നും പറ്റില്ല. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഒരാൾ അയാളുടെ എന്താ പറയുക രാഷ്ട്രീയം അല്ലെങ്കിൽ അയാളുടെ ബാക്കി കാര്യങ്ങൾ പറയുമ്പോൾ അത് ചിലപ്പോൾ ചില റോങ് വേയിൽ ആളുകളിലേക്ക് എത്താം, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിലുള്ള ആളുകൾ ചിലപ്പോൾ അത് അവർ മുദ്ര കുത്താൻ വേണ്ടി ഉപയോഗിക്കാം. വാട്ട് എവർ ഇറ്റ് ഈസ്, അയാൾ ചെയ്യുന്ന അയാളുടെ ജോബ് അയാൾ വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട്. അതിലേക്ക് അയാളൊരു രാഷ്ട്രീയവും മതവും കുത്തിക്കലർത്തുന്നതായിട്ട്, ബട്ട് സ്റ്റിൽ ഹ്യൂമൻ ബീങ് ആണ്. എവിടെയെങ്കിലുമൊക്കെ ഒരു പൊടിപ്പോ സാധനങ്ങളൊക്കെ വരും. ബട്ട് മോസ്റ്റ്ലി അയാളൊരു വീഡിയോ ചെയ്യുമ്പോൾ ഒരു രാജ്യത്ത് നിന്ന് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു 90% ടു ദ കോർ ആ രാജ്യം എന്താണെന്നും ആ രാജ്യത്തെ ആളുകൾ എങ്ങനെയാണെന്നുള്ളതൊക്കെ കാണിക്കാൻ തന്നെ ശ്രമിക്കാറുണ്ട്. നമ്മുടെ മീഡിയാസിനെയൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആളാണ് അന്ന് യുദ്ധത്തിൻ്റെ ടൈമിലൊക്കെ. അപ്പോൾ എന്താണെങ്കിലും മാഹിൻ ഇസ്രായേലിൽ പോയ സമയത്ത് മാഹിൻ എന്ത് സംഭവിച്ചു, എന്തുകൊണ്ട് വീഡിയോസ് ഇടുന്നില്ല, ഇസ്രായേൽ വ്ളോഗിൽ എന്താണ് സീൻ എന്നുള്ളത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. തുടങ്ങുന്നത് തന്നെ ഇസ്രായേലിലേക്കുള്ള പോക്ക് മാഹിൻ അത്ര ഈസി ആയിരുന്നില്ല. ഒരുപാട് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് മാഹിൻ ഇസ്രായേലിൻ്റെ മണ്ണിലേക്ക് എത്തുന്നത്. വളരെ അർജന്റാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പെട്ടെന്ന് ഇറങ്ങുവാണ്, എയർപോർട്ടിൽ പോവാണ്. ദുബായ് എയർപോർട്ട്, DXB എയർപോർട്ട് പോയിട്ട് ഞാൻ പോകുന്നത് തെല്ലവീവിലെ ബെൻ ഗുറിയൻ എയർപോർട്ടിലാണ്. തെല്ലവീവിലെ ഇസ്രായേലോട്ട് ഫ്ലൈ ചെയ്ത് പോവാണ്. സമയമായിട്ടോ, ഇനി പോയിട്ട് കുറച്ച് മ്യൂസിക് കാര്യങ്ങളൊക്കെ വാങ്ങണം. കാരണം ഇസ്രായേൽ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു രാജ്യമാണ്. തെല്ലവീവ് എന്ന് പറയുന്നത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സിറ്റിയാണ്. അപ്പോൾ പോകുന്നത് ഇസ്രായേലിലോട്ടാണ്. ഇസ്രായേൽ പോകാൻ വേണ്ടി 2 വർഷം ദുബായിൽ നിന്നപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇസ്രായേൽ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തു. അത് നടന്നില്ല. അപ്പോൾ ഞാൻ ഇന്ന് വാഷ്റൂമിൽ നിന്ന് കുളിച്ചപ്പോൾ ആലോചിച്ച കാര്യമാണ്, ഇസ്രായേൽ പോകാൻ വേണ്ടി അന്ന് നടന്നില്ല. പക്ഷെ ഇന്ന് ഞാൻ അതേ ദുബായിൽ നിന്നാണ് ഞാൻ ഇസ്രായേലോട്ട് പോകുന്നത്. അപ്പോൾ അത് കോയിൻസിഡൻസ് ആണ് കേട്ടോ. അതിനുവേണ്ടി ഞാൻ ട്രൈ ചെയ്തു. 8 മാസം മുന്നേ അവിടെ പോയി. ലാസ്റ്റ് ശങ്കൻ്റെ അപ്പോയിൻമെന്റ് ഉണ്ടായിരുന്നുകൊണ്ട് അത് കിട്ടിയില്ല. പിന്നെ ഇപ്രാവശ്യം പോയി. ഇപ്രാവശ്യം കുറച്ച് സ്ക്രൂട്ടനിങ് ഒക്കെ ഉണ്ടായിരുന്നു. അവസാനം വിസ കിട്ടി. ഇന്നത്തെ വിസ കിട്ടിയിട്ട് 2 മാസമായിട്ട് എനിക്ക് പോകാൻ പറ്റില്ല. പക്ഷെ ഇപ്പോഴാണ് അതിനുള്ള സാഹചര്യം കിട്ടിയത്. എൻ്റെ ഫ്ലൈറ്റ് നമ്മുടെ ഇതാണ് കേട്ടോ, നമ്മുടെ തെല്ലവീവിലോട്ട് പോകുന്ന. ഒരു വിധത്തിൽ കുറച്ച് പ്രോസസ്സൊക്കെ കഴിഞ്ഞു. ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ വിചാരിച്ചിട്ടില്ല ഇത്രയും ചെക്കിങ്ങിന് വിധേയമാവുന്നു. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ചെക്കിങ്ങിന് ഞാൻ ഇനി വിധേയമായത്. അതായത് എൻ്റെ കംപ്ലീറ്റ് ഹിസ്റ്ററി ചെക്കിങ്ങിന് മുമ്പിൽ തന്നെ എൻ്റെ കംപ്ലീറ്റ് ഹിസ്റ്ററി, ബാക്ക്ഗ്രൗണ്ട്, കുറേ ചോദ്യങ്ങൾ. UAE വന്നിട്ട് എവിടെ സ്റ്റേ ചെയ്തു, എൻ്റെ വാപ്പയുടെ പേര്, ഇത്താടെ പേര്, അങ്ങനെ കുറേ ചോദ്യങ്ങൾ ചോദിച്ചു. അങ്ങനെ എൻ്റെ പാസ്പോർട്ട് ചെക്ക് ചെയ്തു. ബാഗിൽ എന്തൊക്കെയുണ്ട്, ആരെങ്കിലും ബാഗിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഗിഫ്റ്റ് തന്നിട്ടുള്ളൂ, അത് വല്ലതും ഉണ്ടോ, പണ്ട് ജോർദാനിൽ പോയപ്പോൾ എവിടെ സ്റ്റേ ചെയ്തു, അങ്ങനെ ഒരു ഞാൻ സത്യത്തിൽ വിചാരിക്കുന്നതല്ല കേട്ടോ. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നടത്തിയത്. 10 വന്നിട്ട് 12-15 വേറൊരു സെക്യൂരിറ്റി ചെക്ക്, രണ്ടാമത്തെ ഒരു സെക്യൂരിറ്റി ചെക്കിന് വേണ്ടി ഇവിടെ വന്ന് വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ സെക്യൂരിറ്റി ചെക്കിന് ഇതും വെച്ച് ഞാൻ ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇത് ഒന്നെങ്കിൽ അവർക്ക് സസ്പീഷ്യസ് ആയിട്ടുള്ള ആളുകൾ
സംശയപരമായിട്ടുള്ള ആളുകളെ മാത്രമായിരിക്കും അങ്ങനെ നോക്കുന്നത് കേട്ടോ. കാരണം ഇവിടെ വേറെ ആരുമില്ല. ഫൈനലി നമ്മൾ ബോർഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഫൈനലി ലാസ്റ്റ് മൊമെന്റിൽ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും വലിയ സുരക്ഷാ പരിശോധന ആക്കുന്നത്. എൻ്റെ എന്തെല്ലാം ഉണ്ട് അതെല്ലാം എടുത്തു, കയ്യിലും എല്ലാം അവരെടുത്തു, ഫോണ് എല്ലാം എടുത്തു. എൻ്റെ പാൻറ് വരെ ഊരി കേട്ടോ, പാൻറ് വരെ ഊരിയിട്ടാണ് ഫുള്ള് ചെക്ക് ചെയ്തത്. ആക്ച്വലി ഇത് ഒരു രാജ്യത്തേക്ക്, അതും ഇസ്രായേൽ പോലുള്ള രാജ്യത്തേക്ക് പോകുന്ന സമയത്ത് അവിടെ ഹൈ സെക്യൂരിറ്റിയാണ് അവർക്ക് ഇൻകമിങ് ആരാണോ, ഏതൊരു വിസിറ്റർ ആണോ അവരുടെ രാജ്യത്തേക്ക് വരുന്നത് അയാളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അവർക്ക് വേണം. അല്ലാതെ അവരുടെ രാജ്യത്തേക്ക് അവർക്ക് റാൻഡം ആയിട്ട് ഒരാളെ പിടിച്ച് കയറ്റാനൊന്നും പറ്റില്ല. അപ്പോൾ ഇന്ത്യക്ക് വരുമ്പോൾ നമുക്ക് ഇത്ര എവിടെയെങ്കിലും പുറത്ത് പോയി വരുമ്പോൾ, പക്ഷെ ഇവർക്ക് അങ്ങനെയല്ല. അപ്പോൾ ഞാൻ മലേഷ്യ ട്രിപ്പ് അടിച്ച സമയത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, നമ്മൾ ഇവിടെ നമുക്ക് വീഡിയോ കാര്യങ്ങളൊക്കെ എയർപോർട്ടിൽ ഇപ്പോൾ ഇമിഗ്രേഷൻ ക്ലിയറൻസിന് അവിടെയൊക്കെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് വലിയ സീനൊന്നുമില്ല, ആരും ഒന്നും പറയുന്നില്ല. പക്ഷെ അവിടെ അങ്ങനെയല്ല. അവിടെ ക്യാമറ ഒന്ന് ബുക്ക് ചെയ്തതിന് നമ്മളെ കൂട്ടത്തിലുള്ള ചേട്ടനോടൊക്കെ അവർ ഭയങ്കര സീനാക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു സമ്മതിക്കില്ല, അവരവിടെ സീനാണ്, അവർ വീഡിയോ എടുക്കുന്നതിന് അവർക്ക് ഭയങ്കര വിഷയമാണ്. അപ്പം അങ്ങനെ അത് ഞാൻ വീഡിയോൻ്റെ കേസ് പറഞ്ഞെന്നുള്ളൂ, നമ്മളൊരു എക്സ്പീരിയൻസ് വെച്ച് പറഞ്ഞത്. അപ്പോൾ ഇതിൽ മാഹിൻ കുറേ വീഡിയോസ് എടുക്കുന്നുണ്ട്, അതൊക്കെ അവർ കണ്ടു കഴിഞ്ഞാൽ വിഷയമാവുന്ന സാധനങ്ങളുമാണ്. കാരണം ബോഡി ചെക്കിങ്ങിൻ്റെ സമയത്തൊക്കെ അവൻ വീഡിയോസ് എടുക്കുന്നുണ്ട്, കട്ട് ചെയ്യുന്നുണ്ട്, പിന്നീട് എടുക്കുന്നുണ്ട്, കട്ട് ചെയ്യുന്നുണ്ട്, പിന്നീട് എടുക്കുന്നുണ്ട്. സോ അതൊക്കെ സീനാണ്. ഇപ്പോൾ ആ ഒരു രാജ്യത്തേക്ക് പോകാൻ, ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തേക്ക് പോകാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ്. ഈവൺ ഇഫ് ഞാൻ പറഞ്ഞല്ലോ, കുറേ ഇൻ്റർവ്യൂസിനകത്ത് KFCയുടെ സാധനങ്ങളും ഈ ബോയ്ക്കോട്ട് പരിപാടികളും പാലസ്തീൻ്റെ സപ്പോർട്ടും ഇസ്രായേലിൻ്റെ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പേരിലൊക്കെ മാഹിൻ എയർ പോയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ അവന് ആസ് എ ട്രാവലർ അവൻ ആ രാജ്യത്ത് പോകണം, ആ രാജ്യം എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളതാണ് അവൻ്റെ ജോബ്. അവനത് കൃത്യമായി ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ പോകുന്നത്. പക്ഷേ ആ സ്ട്രഗിളുകൾ അതവന് വേറൊരു രാജ്യത്തും അനുഭവിച്ചിട്ടില്ല എന്നാണ് അവൻ പറയുന്നത്. ഇവിടെ ബോംബെന്തോ പൊട്ടുവാണ്, നമ്മൾ സേഫായിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. 10 മിനിറ്റത്തേക്ക് എയർപോർട്ട് ഫുള്ള് നിശ്ചലമായി. എന്തോ സൈറൻ വന്നു, എല്ലാവരെയും നമ്മളൊരു സേഫ് റൂമിൽ കൊണ്ടുപോയി. പിന്നെ തൊട്ടപ്പുറത്ത് ബോംബിന്റെ സൗണ്ടൊക്കെ ഉണ്ടായിരുന്നു. അയ്യോ, ഞാൻ തുടക്കത്തിലായോണ്ട് കുറച്ച് നടുങ്ങി, പക്ഷെ ഇപ്പൊ കുഴപ്പമില്ല. എല്ലാവരും ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും നേരായിട്ടുണ്ട്. ഇപ്പൊ അതാണ്ട് എന്നെ ഇൻട്രോഗേഷന് വിളിച്ചു. ചോദ്യങ്ങൾ ഒരു ഓഫീസർ കഴിഞ്ഞു, എല്ലാം ചെക്ക് ചെയ്തു, അടുത്ത ഒരാൾ ചെക്ക് ചെയ്തു, കുറേ ചോദ്യങ്ങൾ. എൻ്റെ വീട്ടിലെ കാര്യം, മതപരമായിട്ടുള്ള കാര്യം, സാമൂഹ്യപരമായിട്ടുള്ള കാര്യം, ശാസ്ത്രപരമായിട്ടുള്ള കാര്യം, ഇനി എന്തെല്ലാം കാര്യമുണ്ടോ അതെല്ലാം ചോദിച്ചു. ചൂടുവെള്ളം ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല, ചൂടുവെള്ളം കുടിച്ചിവിടെ ഇരിക്കാം. ഇത്രയും നേരം ഒരു 3/4 മണിക്കൂർ ചോദ്യമായിരുന്നു. അതിനു മുമ്പ് വേറൊരു അരമണിക്കൂർ ഉണ്ടായിരുന്നു. അതിനു മുമ്പ് വേറൊരു 1 മണിക്കൂർ ചോദ്യം ഉണ്ടായിരുന്നു. എൻ്റെ മൊബൈലിലുള്ള വാട്സപ്പ് ചാറ്റ് മുഴുവൻ പരിശോധിക്കും, ഫോൺ നമ്പറുകളെല്ലാം പരിശോധിക്കും, ചിത്രങ്ങളെല്ലാം പരിശോധിക്കും, എല്ലാം പരിശോധിക്കും. 4 മണിക്കൂറായിട്ട് നീണ്ട ഇൻട്രോഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. 4 മണിക്കൂറായിട്ട് 3 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും വാട്സപ്പ് നോക്കുന്നു, എൻ്റെ ചാറ്റ് പരിശോധിക്കുന്നു, ഇൻസ്റ്റാഗ്രാം പരിശോധിക്കുന്നു, എൻ്റെ മതപരമായിട്ടുള്ള, സാമൂഹ്യപരമായിട്ടുള്ള, ഫാമിലിപരമായിട്ടുള്ള എല്ലാ ബാക്ക്ഗ്രൗണ്ടുകളും നോക്കുന്നു. തലവേദന എടുക്കുന്നു. ഇത്രയും ജീവിതത്തിലെ ഞാൻ ചെക്കിങ് കണ്ടിട്ടില്ല. ഹബീബി, വെൽക്കം ടു ഇസ്രായേൽ. ഞാൻ എൻ്റെ ബാഗ് കഴിഞ്ഞു കേട്ടോ, 4 മണിക്കൂർ കഴിഞ്ഞു. 4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇറങ്ങാൻ പറ്റിയത്. എൻ്റെ ബാഗ് കാണാനില്ല. ബാഗ് ഞാനിതാ കിടക്കുന്ന കോലം നോക്കിക്കേ. എൻ്റെ ബാഗ് തൊലച്ചിട്ടേക്കുമാണ് കേട്ടോ. 4 മണിക്കൂറായിട്ടുള്ള ഇൻട്രോഗേഷൻ, അത് ഓക്കെ എന്ന് വിചാരിക്കാം. ബാഗ് ഇവിടെ കിട്ടിയപ്പോൾ വയ്യ കേട്ടോ. എല്ലാ സാധനവും തൊലച്ചു, ബാഗിൻ്റെ വള്ളിയൊക്കെ കീറി. എനിക്ക് എന്ത് പറയണമെന്ന് പറഞ്ഞൂടാ, എല്ലാം തൊലച്ചിട്ടേക്കുവാണ് കേട്ടോ. എൻ്റെ സാധനങ്ങളെല്ലാം ഉപ്പാര്, ടെൻറ്റ് എല്ലാം. ഞാൻ 3:30 വന്നാണ്, ഇപ്പം സമയം 9 മണിയായി രാത്രി. താങ്ക്സ് ഉണ്ട്, എല്ലാ സാധനവും വേണ്ടിയില്ലേ. ആ കുറച്ച് സാധനങ്ങൾ, എൻ്റെ ഷാമ്പു ഇതൊക്കെ പൊട്ടി. അങ്ങനെ ഞാൻ എക്സിറ്റ് റോഡോട്ട് അവസാനം. ഓക്കെ, അപ്പോൾ ഇപ്പൊ കണ്ടതും ഞാൻ പറഞ്ഞല്ലോ, ആ രാജ്യത്ത് എത്തിയ സമയത്ത്
ഇസ്രായേലിൻ്റെ ആ ഒരു രാജ്യത്ത് ഇതിനു മുമ്പ് ഞാൻ ന്യൂസിലൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, അവിടെ അലാം അടിക്കുന്ന സമയത്ത് ഒരു സ്പെഷ്യൽ സോണിലേക്ക് എല്ലാവരെയും കൊണ്ടുപോകും. സെക്യൂരിറ്റിയാണ്, ഓക്കെ, സേഫായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവുകയാണ്. അത്ര എന്താ പറയുക, വളരെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ വളരെ പീസ്ഫുള്ളായിട്ട് അങ്ങനെ പോകുന്ന പരിപാടീസൊന്നും അല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക, എപ്പോൾ വേണേ ബോംബ് വന്ന് വീഴാന്നുള്ളൊരു അവസ്ഥയൊക്കെ രാജ്യത്തുണ്ട്. സോ പറഞ്ഞു വരുമ്പോൾ മാഹിൻ ഇട്ട വീഡിയോസിൽ തുടക്കം തന്നെ ഇനീഷ്യൽ സ്റ്റേജിൽ എയർപോർട്ട് എക്സ്പീരിയൻസ് എന്ന് തന്നെ ചിലപ്പോൾ മാഹിനെ ഇഷ്ടപ്പെടാത്തവർക്ക്, മാഹിനോട് ദേഷ്യമുള്ളവർക്ക്, മാഹിൻ്റെ ഒരു രാഷ്ട്രീയം അല്ലെങ്കിൽ മാഹിൻ്റെ ഒരു റിലീജിയൻ നോക്കിയിട്ട് മാത്രം മാഹിനെ ഇക്വേറ്റ് ചെയ്യുന്ന ആളുകൾക്ക്, മാഹിനോട് വളരെയധികം വെറുപ്പ് തോന്നുന്നവർക്ക് ഈ വിഷ്വൽസും ഈ കാര്യങ്ങളൊക്കെ വളരെ പ്രൊവോക്കിംഗ് ആയിട്ട് തോന്നാം. ആ ഒരു പ്രൊവോക്കേഷൻ മാഹിൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നീ എന്തിനാ അങ്ങോട്ട് കയറിപ്പോയോ, നീ ഫലസ്തീൻ്റെ ആളല്ലേ, നീ എന്തിനാ ഇസ്രായേലിൽ പോയി അവിടെ ചെന്ന് കുറ്റം പറയാനാണോ, അങ്ങനെ ഇങ്ങനെ വെട്ടടിയാണ്. മനസ്സിലായോ? നമുക്കൊരു എയർപോർട്ടിൽ നിന്ന് ഇപ്പോൾ ഇസ്രായേൽ ആയാലും എന്താ, പലസ്തീൻ ആയാലും എന്താ, ഇന്ത്യ ആയാലും എന്താ, ആഫ്രിക്ക ആയാലും, നമുക്ക് ഇവിടെ ഏതെങ്കിലും എയർപോർട്ട് നമ്മളെ ബാഗേജ് വളരെ മോശമായിട്ട് ഹാൻഡിൽ ചെയ്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് പറയണ്ടേ. ഞാൻ ബേസിക്കലി എത്ര വിചാരിക്കുന്നു, നമ്മളെ ബാഗേജ് അത് നമ്മളെ പേഴ്സണൽ തിങ്സ് ആണ്. നമ്മൾ അവരെ മുന്നേ തുറന്നു കൊടുക്കും, അല്ലെങ്കിൽ നമ്മളില്ലാത്തപ്പോൾ പോയി തുറന്ന് പിന്നെ നമ്മൾ അവരെ വിളിച്ച് നമ്മളവരെ കൊണ്ടുവന്ന് ഒന്നിലേ അവർ റീവാപ്പ് ചെയ്തില്ലെങ്കിൽ നമ്മൾ തന്നെ പോയിട്ട് അത് ചെയ്യും. അത്ര ലൈക്ക് അല്ലാതെ ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ഇട്ടിട്ട് പോയിട്ട് തുറന്നിട്ട് മറ്റേ പകുതി പൊട്ടിയിട്ടും ചളുങ്ങിയിട്ടും തുറന്നിട്ട് ഇട്ടിട്ട് പോയി കണ്ടു കഴിഞ്ഞാൽ ആർക്കാണെങ്കിലും വിഷമോ സങ്കടം ദേഷ്യമൊന്നും അത്ര തന്നെ അവിടെ പറഞ്ഞിട്ടുള്ളൂ എന്നാണ് എൻ്റെ ഒരു ധാരണ. ബെൽറ്റിനകത്തുനിന്ന് ബാഗ് പുറത്ത് കിടക്കുന്നത് എനിക്ക് സസ്പീഷ്യസ് ആയിട്ട് തോന്നി. അതങ്ങനെ കിടക്കും എന്നുള്ള എൻ്റെ ഒരു ഡൗട്ടായിരുന്നു. ആരെങ്കിലും എടുത്തിട്ട് പുറത്തിട്ടതായിരിക്കാം. ബെൽറ്റിൽ നിന്ന് അങ്ങനെ ചാടാൻ വഴിയില്ല, ബാഗ് വളരെ റെയർ കേസാണ് അങ്ങനെ ചാടുന്നത്. മേ ബി ഒരു കോണ്ടൻറ്റിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ അവർ ദേഷ്യം വന്നപ്പോൾ എടുത്ത് വെച്ചതുമായിരിക്കും കേട്ടോ, അതില്ലാതെ ഞാൻ പറയുന്നില്ല. എനിക്കത് ഭയങ്കര ഒരു സസ്പീഷ്യസ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. സോ വാട്ട് എവർ എന്താണെങ്കിലും അവൻ്റെ ബാഗും കാര്യങ്ങളൊക്കെ തുറന്ന് കിടക്കുമായിരുന്നു. അതിൻ്റെയും പിന്നെ ഈ പറഞ്ഞ ചെക്കിങ് ഉണ്ടാവും. ആ രാജ്യത്തേക്ക് പോകുന്ന സമയത്ത് അവൻ്റെ പേരും കാര്യങ്ങളും റിലീജിയനും ഇതിനു മുമ്പ് സഞ്ചരിച്ച രാജ്യങ്ങളിലൊക്കെ അവൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്നോ, അവിടെ നിന്നൊക്കെ അവനെന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ, അവിടെ അവനെ ആരെങ്കിലും അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ, അങ്ങനെ പല ചോദ്യങ്ങളും ഇസ്രായേലിലേക്ക് പോകുമ്പോൾ ഇതൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ട് വേണം മാഹിൻ പോകാൻ. അത് പോയി എക്സ്പെക്ട് ചെയ്ത് പോയിട്ടുണ്ടെന്ന് ഇത്ര സീൻ വരില്ല. എന്താണെങ്കിലും പോയി ഇതൊക്കെയാണ് ആദ്യം ഇനീഷ്യൽ സ്റ്റേജിൽ എയർപോർട്ടിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുന്നത്. മാഹിനെ ഇഷ്ടപ്പെടാത്തവർക്ക് എന്താണെങ്കിലും ഇത് പ്രൊവോക്കേഷൻ ആവും ചെയ്യും. പക്ഷേ ഇനി വരുന്ന വീഡിയോസിൽ പലതിലും, അതായത് 1, 2, 3 എന്ന് പറഞ്ഞ 3 വ്ളോഗ് ഇട്ടതിൽ പലതിലും മാഹിൻ്റെ എക്സ്പീരിയൻസ് പറയുമ്പോൾ ആ രാജ്യത്തുള്ള ആളുകളെ കുറിച്ച് നല്ലത് പറയുന്നുണ്ട്. അവിടുത്തെ കാര്യങ്ങൾ, അവിടുത്തെ ഹിസ്റ്ററി ഒക്കെ കാണിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്നും ആരും ഡിസ്കസ് ചെയ്യുന്നില്ല കേട്ടോ. It's not where you want to Allenby. ഹബീബി അഗൈൻ വെൽക്കം ടു ഇസ്രായേൽ, വെൽക്കം ടു തെല്ലവീവ് പറഞ്ഞുകൊണ്ട് തുടങ്ങുവാണ്. എല്ലായിടത്തും ആയുധമേറിയ പട്ടാളക്കാരെ എനിക്ക് എല്ലായിടത്തും കാണാൻ കഴിയും. ആളുകളൊക്കെ എനിക്ക് ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ച ആളുകളൊന്നും അധികം ഹെൽപ്ഫുൾ അല്ല എന്ന് വിചാരിച്ചു. കാരണം അത് പല ആളുകളുടെ എക്സ്പീരിയൻസ് ആണ്. ഇവിടെ ഹോംലെസ് ആളുകൾ ഇവിടെയും ഉണ്ടല്ലോ. ഇവിടെയൊക്കെ എല്ലാവരും ഇതെല്ലാം ഹോംലെസിന്റെ സ്ഥലങ്ങളാണെന്ന് തോന്നുന്നു. ഇങ്ങനെ കുറേ വൃത്തികേടായിട്ട് കിടക്കുക. താങ്ക് യു സോ മച്ച് മാൻ. താങ്ക്സ് a lot. ബൈ. കേട്ടോ അവന്മാര്, ഞാൻ വിചാരിച്ചു ഇങ്ങോട്ട് നടക്കുവാണെന്ന്. അവന്മാര് എനിക്ക് വേണ്ടി എന്നെ വഴി കാണിക്കാൻ വേണ്ടിയാണോ കേട്ടോ വന്നത്. കണ്ടില്ലേ, അത് യങ്സ്റ്റേഴ്സ് ആണ് കേട്ടോ. എനിക്ക് ആക്ച്വലി ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് തോന്നി ഇവിടെ ഉള്ള ആളുകൾ. ഫസ്റ്റ് എൻ്റെ ഒരു ഇംപ്രഷനാണ് കേട്ടോ. എനിക്കറിയില്ല എത്രത്തോളം ആണത്, ഇവിടെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം വരും ദിവസങ്ങളിൽ. ചെന്നിറങ്ങുമ്പോൾ തന്നെ ആ ഒരു എന്താ പറയുക എയർപോർട്ട് സീൻ അല്ലാതെ പിന്നെ അവൻ അവിടെയുള്ള ആളുകൾ വളരെ ഹെൽപ്പിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അതും അവൻ പറയുന്നുണ്ട്, അതുവരും മൈൻഡ് ചെയ്യുന്നില്ല. അതിനുശേഷം അവിടുത്തെ ഒരു രാജ്യത്ത് നിന്ന് കഴിഞ്ഞാൽ അവിടെ വൃത്തിയില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ വൃത്തിയില്ല തന്നെ ആ രാജ്യത്ത് ഇറങ്ങുന്നവർ പറയണ്ടല്ലോ, ഇത് നല്ല വൃത്തിയാന്ന് പറയാൻ പറ്റൂ. മനസ്സിലായോ? അപ്പോൾ ഹോംലെസ്സിനെ കുറിച്ച് പറയുന്നു, അവിടുത്തെ വൃത്തിയെക്കുറിച്ച് പറയുന്നു. അവൻ കണ്ട കാഴ്ചകളെ കുറിച്ച് തന്നെയല്ലേ അവൻ സംസാരിക്കുന്നത്. അല്ലെ ഇസ്രായേലിൽ പോയ മാഹിൻ കണ്ടുപിടിച്ചു, അതായത് മനഃപൂർവ്വം ക്യാമറ അങ്ങോട്ട് വൃത്തിയില്ലായ്മയ്ക്ക് തിരിച്ചു, ഹോംലെസ് ആയിട്ടുള്ള ആളുകളിലേക്ക് തിരിച്ചു എന്ന് പറയുന്നവരോടാണ് ചോദിക്കാനുള്ളത്. ഇതൊക്കെ ആ രാജ്യത്തുള്ള സീൻസ് അല്ലേ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നല്ലതും പറയുന്നുണ്ട്, അവൻ്റെ കണ്ണിൽ അവന് മോശമെന്ന് തോന്നിയ കാര്യങ്ങൾ അല്ലെങ്കിൽ മാറണമെന്ന് തോന്നിയ കാര്യങ്ങൾ അവൻ ആസ് എ ടൂറിസ്റ്റ് അവൻ സംസാരിക്കുന്നുണ്ട്. മനസ്സിലായോ? അതിൽ നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ മാഹിൻ്റെ പൊളിറ്റിക്സും അവൻ്റെ റിലീജിയനെ കുത്തിക്കലർത്തുന്നതിനോട് പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല. ചില ആളുകൾ എന്ന് പറയുമ്പോൾ ഒരു നെട്ടും ബോൾട്ടും ഇല്ലാത്ത പോലെയാണ് എനിക്ക് തോന്നിയത്. ചില ആളുകൾ ഭയങ്കര വിയേർഡായിട്ട് പെരുമാറുന്നു. അങ്ങനത്തെയൊക്കെ കുറേ ആളുകളെ എനിക്ക് ഇവിടെ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇവിടെ കണ്ടില്ലേ, ഐ ലവ് ജൂയിഷ് ബോയ്സ്, ഐ ആം ജൂയിഷ്, യു ക്യാൻ ചെക്ക്. കൊള്ളാം കേട്ടോ. ഇതാണ്ടേ ഐ ആം ജൂയിഷ്, യു ക്യാൻ ചെക്ക്. അങ്ങനത്തേക്കുള്ളതാണ് കേട്ടോ. ഫുള്ള് ഐ ലവ്
Jewish girls. What's your name? Meir. What is your name? Mahin. Mahir. Ah. Mahir. Mahir. Maher. Yehudi. I'm not from intelligence. Intelligence service make problem in Yehudu. No, Make no, no. Many family. כמו Iran now. No, 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 no. I am tourist. You will. I want to ask you, this black kupa, how you call this? Kippah. Kippa. Yeah, kippa, black kippa, more religious people? Isn't different. You body kippah. Oh, You like young, white, blue. oh okay. Old ആയിട്ടുള്ള ആള് You must close. you must close. Yes. അവര് മുടി മറയ്ക്കണം, അതാണ് ഇവരുടെ God. You see? ഞാൻ പുള്ളിക്കാരൻ പറഞ്ഞ് തിരിച്ചു വരൂലേന്ന്, അപ്പൊ ഞാൻ അറിയാതെ പറഞ്ഞു അതെ ഇൻഷാല്ലാ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. കോമഡി. ആളുകളൊക്കെ ഫ്രണ്ട്ലി ആയിരുന്നു. പുള്ളിക്കാരൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു നീ ഇന്റലിജൻസ് സർവീസിൽ നിന്നാണോ. അപ്പൊ ഞാനൊരു കാര്യം പറയാം, ഇതിനകത്ത് വെരി എവിഡൻ്റ് ആണ്. അതായത് മാഹിൻ എന്ന് പറഞ്ഞ വ്യക്തി ഒരു നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ആ നാട്ടിലെ എല്ലാവരെ കുറിച്ചും സംസാരിക്കും, എല്ലാ ലോക്കൽ മാർക്കറ്റും വൈബും കാണിക്കും, ആളുകളോട് അവിടുത്തെ കൾച്ചറും റിലീജിയനെ കുറിച്ചും സംസാരിക്കും. ഇതൊക്കെ എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് കണ്ടാൽ മനസ്സിലാവും. ഈ ഒരു പെർട്ടിക്കുലർ പോർഷനകത്തൊരു സീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ ലോക്കൽ മാർക്കറ്റിൽ ചെന്ന സമയത്ത് ജൂയിഷ് അണ്ടർവെയർ വിൽക്കുന്ന, അതായത് ജൂയിഷ് എന്ന് എഴുതി ഐ ലവ് ജൂസ് എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളൊക്കെ എഴുതിയ അണ്ടർവെയർ ഷോപ്പിൽ ചെന്നപ്പോൾ അവിടെ അവൻ പറഞ്ഞു ജൂയിഷ് ചഡ്ഡി, ജൂതൻ്റെ ചഡ്ഡി, അങ്ങനെ എന്തോ അവൻ പറഞ്ഞു. കാരണം ഇവൻ ഇട്ട എക്സ്പ്ലനേഷൻ്റെ അകത്ത് ക്ലിയറായിട്ട് ഇവൻ പറയുന്നുണ്ട് ഇത് വളരെ പ്രൊവോക്കിംഗ് ആയിട്ട് കുറച്ച് പേർക്ക്, ഇസ്രായേലിലുള്ള കുറച്ച് മലയാളികൾക്ക് തോന്നുകയും അവരെന്ത് ചെയ്തിട്ടുണ്ട് ഇവനെ കുറിച്ചിട്ട് കുറച്ച് വീഡിയോസും കാര്യങ്ങളും, ഇവൻ്റെ മതം വെച്ചിട്ടും ഇവൻ തീവ്രവാദിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇറക്കുകയും അത് തുടർന്ന് ഇവന് വളരെയധികം എന്താ പറയുക മോശമായ രീതിയിലുള്ളൊരു മെൻ്റലി ഒരു സാധനം കിട്ടി. അങ്ങനത്തെ വിഷയം വന്ന സമയത്ത് അത് ഭയങ്കരമായിട്ട് എന്തായി ഇവന് ഹേർട്ടായി. ഓക്കെ, അതിനെക്കുറിച്ചൊക്കെയാണ് ഇവൻ ഡീറ്റെയിൽ ആയിട്ട് ഇവൻ്റെ എന്തിലിട്ടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ എഴുതിയിട്ട കാര്യത്തിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അതിവൻ തെറ്റാണ്, മനസ്സിലായോ? ഞാൻ പറഞ്ഞ് തെറ്റാണ് എന്നുള്ള കാര്യങ്ങൾ തന്നെ കൃത്യമായിട്ട് അതിൽ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അത് അവിടെയുള്ള മലയാളികൾ തന്നെ പറഞ്ഞ് തിരുത്തിയിട്ടും ഉണ്ട് എന്ന് പറയുന്നുണ്ട്. സോ അത് ആ പോർഷനകത്താണ് ഉണ്ടായിരുന്നത്. ഞാനിപ്പോൾ പ്ലേ ചെയ്ത ആ ഒരു പോർഷനകത്താണ് ഈ ജൂയിഷ് ജഡ്ഡിയുടെ വിഷയം വന്നതും അവിടെയാണ് മലയാളികൾ കുറച്ച് പേര് ഇവനെതിരെ വീഡിയോസ് ആയിട്ട് ഇറങ്ങിയതും എന്നുള്ളതാണ് എക്സ്പ്ലനേഷൻ. ഓക്കെ, കുറച്ചധികം കാര്യങ്ങളും കൂടി മാഹിൻ എന്താണ് ഈ ഒരു ഇസ്രായേലിനെ കുറിച്ചും അല്ലെങ്കിൽ അവിടുത്തെ ആളുകളെ കുറിച്ചും പറയുന്നത് നോക്കാം. ചില ആളുകളൊക്കെ നല്ല വെൽക്കമിങ്, നല്ലതുപോലെ ചിരിക്കുന്നുണ്ട്. ചില ആളുകൾ കുറച്ച് പാടാണ്, പക്ഷേ അത് വളരെ കുറവാണ് കേട്ടോ. എനിക്ക് എൻ്റെ ഭൂരിഭാഗം ഒരു 10 ഒരു 8 പേരും നല്ല അടിപൊളി ആൾക്കാർ. അതേസമയം കരോള വന്നപ്പോൾ കരോളയ്ക്ക് കറക്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ്. നമ്മൾ ഒരു ആൾ യാത്ര ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആ ഒരാൾ പറയുന്നതായിരിക്കില്ല കേട്ടോ എല്ലാം ശരി. കാരണം ഒരാളുടെ നിറത്തിനനുസരിച്ച്, ഒരാളുടെ പൊക്കത്തിനനുസരിച്ച്, ഒരാളുടെ ഭംഗിക്കനുസരിച്ച്, ഒരാളുടെ നാഷണാലിറ്റിക്ക് അനുസരിച്ച്, ഒരാൾ വന്ന സ്ഥലം, അങ്ങനെയൊക്കെയാണ് കേട്ടോ ഈ യാത്രയുടെ എക്സ്പീരിയൻസ് മാറുന്നത്. കരോള ഒരു യൂറോപ്യൻ അല്ലേ. ഇവിടെ എന്ന് പറയുമ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെന്ന് പറയുമ്പോൾ ഉള്ളതെന്ന് പറയുമ്പോൾ യുക്രൈനിയൻസ്, റഷ്യൻസ്, യൂറോപ്യൻസ് അല്ലെങ്കിൽ അമേരിക്കക്കാർ, ഇവരൊക്കെയാണ് കേട്ടോ. ഇവരൊക്കെയാണ് പല രാജ്യങ്ങളിൽ, അവരുടെ രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ വന്ന് സെറ്റിലായി ഇങ്ങനെ ഒരു രാജ്യം രൂപീകരിച്ചെടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ കരോള ഒരു യൂറോപ്യക്കാരി, അവൾ ഇവിടെ ഉള്ള ലോക്കൽ ആളെന്ന് ഉള്ള രീതിയിലായിരിക്കും ചിലപ്പോൾ അവളുടെ അടുത്ത് നല്ല പെരുമാറ്റം അല്ലായിരുന്നു എന്നാണ് കരോള എൻ്റെ അടുത്ത് പറഞ്ഞ അഭിപ്രായം. പിന്നെ ഇവിടെ വിവേചനമുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കരോളയും പറഞ്ഞു, കരോളയുടെ എക്സ്പീരിയൻസ് വഴി ഇവർ കളറിൻ്റെ വിവേചനമുണ്ട്. കാരണം വെള്ള യൂറോപ്യൻ ജ്യൂസിനൊക്കെയാണ് ഇവർ കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. എത്യോപ്യൻ ജ്യൂസിനൊക്കെ വളരെ ലെസ് പ്രാധാന്യമായിട്ടാണ് നൽകുന്നത്. അത് ഞാൻ എക്സ്പീരിയൻസ് അധികം ചെയ്തിട്ടില്ല. ഇസ്രായേലിൽ വന്നിട്ട് നമ്മളൊരു മുസ്ലിം പള്ളി കണ്ടില്ല എന്ന് വേണ്ട. ഈ കാണുന്നതാണ് നമ്മുടെ ഹസൻ ബെക്ക് മോസ്ക്. ഇസ്രായേലിലെ തെലവീവിലെ നഗരത്തിലെ നമ്മുടെ ബീച്ചിന് അടുത്തായിട്ട് ചേർന്ന ഒരു പള്ളിയാണ്. ഈ കാര്യങ്ങളൊക്കെ ട്രാവലർ എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ നിങ്ങൾ പല രാജ്യങ്ങളും സ്ഥലങ്ങളിലും പോകുന്ന ആളുകളാണ്, നിങ്ങൾക്കും തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ട്രാവൽ ചെയ്ത സമയത്ത് അവിടെ വളരെ മോശം എന്ന് പറഞ്ഞത് ചിലപ്പോൾ നമുക്ക് നല്ല ബെറ്റർ എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ടാവും. അത് നമ്മളവിടെ ചെന്ന് ബിഹേവ് ചെയ്യുന്നതും നമ്മളെങ്ങനെയാണോ നിൽക്കുന്നത് എന്നുള്ളതും അല്ലെങ്കിൽ നമ്മളവരെങ്ങനെ കാണുന്നു എന്നുള്ളതിൻ്റെ ഡിഫറൻസ് ആണ്. അത് പെർഫെക്റ്റ്ലി അവനെ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. കാരണം എൻ്റെ ഗേൾ ഫ്രണ്ടാണ് കരോള പോയ സമയത്തുള്ള എക്സ്പീരിയൻസ് വളരെ മോശമാണെന്നുള്ളത് വീഡിയോൻ്റെ തുടക്കം മുതൽ ഓരോ 1, 2, 3 ഇവൻ പറഞ്ഞു വെക്കുന്നുണ്ട്. ആൻഡ് തേർഡ് വീഡിയോനകത്ത് ഇപ്പോൾ പലരും ഞാനടക്കം ഈ ഒരു എക്സ്പ്ലനേഷൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ വരുന്നതിന് മുമ്പ് വിചാരിച്ചൊരു സീനുണ്ട്. അതായത്
മാഹിൻ ആർക്കും ഇവിടെ IDF എങ്ങാണ്ട് പിടിച്ചു കൊണ്ടുപോയോ, ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് കൊണ്ടുപോയോ എന്നുള്ളത് വരെ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പേഴ്സണലി വിചാരിച്ചു ഈ ചെക്കനെ കൊണ്ടുപോയാടേ. കാരണം ആ രാജ്യത്ത് ഇറങ്ങുമ്പോൾ ഇവൻ്റെ അടിമുടി പരിശോധന നടത്തി, ഇവൻ്റെ നമ്പർ, ഇവൻ്റെ ഫോണ്, ഇവനെ മൊത്തത്തിൽ അവിടുത്തെ ഒരു സീൻ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ അടക്കം അവരെ എല്ലാം നോക്കും. അപ്പം അങ്ങനെ സമയത്ത് ഇവനാണെങ്കിൽ അന്യായ ഫേമസുമാണ്. ആ ടൈമിൽ ഇവൻ പാലസ്തീനെ സപ്പോർട്ട് ചെയ്തതും ഇസ്രായേലിൻ്റെ മറ്റേ KFCൻ്റെ സീൻ പറഞ്ഞതുമായിട്ടുള്ള സർവത്ര സാധനങ്ങൾ അവർക്ക് കിട്ടാൻ വലിയ പാടൊന്നുമില്ല. ഓക്കെ, അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവൻ അവിടെ രാജ്യത്ത് ഇരുന്നു കൊണ്ട് തന്നെ ഇവനൊരു വീഡിയോനകത്ത് പറയുന്നുണ്ട്, ഞാൻ വെസ്റ്റ് ബാങ്കിന് പോണതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഒരു പോർഷനകത്ത്. പിന്നെ ഈ ജൂത ജഡ്ഡി, ഇതൊക്കെ ആർക്കും വേണം ചിലപ്പോൾ പ്രൊവോക്കിംഗ് ആയിട്ട് ഇവനെ എടുത്തിട്ട് പോകുന്ന ഒരു സിറ്റുവേഷനിലാവാം. ഞാൻ വിചാരിച്ചു പണി കിട്ടിയോ ചെക്കനെന്ന് വിചാരിച്ചു. പക്ഷേ എക്സ്പ്ലനേഷൻ വന്നപ്പോൾ മനസ്സിലായി അതല്ല, സീൻ വേറെയാണെന്നുള്ളത്. സോ വാട്ട് എവർ, ഇപ്പോൾ ഈ ഡൗട്ട് തോന്നിയെന്ന് പറഞ്ഞില്ല ഞാൻ. ആ ടൈമിൽ ഇവൻ്റെ ലാസ്റ്റ് വീഡിയോനകത്ത് ഇവനൊരു ലേഡീനെ പരിചയപ്പെട്ടതിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ ലേഡി ഇവനോട് ചോദിക്കുന്നുണ്ട് ഇന്ത്യയിൽ നിന്നുള്ള വ്ളോഗർ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇതെങ്ങോട്ട് ഇനി ഇവനെ ട്രാപ്പാക്കാൻ വന്ന വല്ല IDF കാര്യത്തിയാണോ, സാദിൻ്റെ ടീമേ അങ്ങനെയാണോ എന്നൊന്നും ഞാൻ വിചാരിച്ചു പോയിന്ന്. ആ പോർഷൻ കൂടി ഞാൻ എന്താ ഇവിടെ പ്ലേ ചെയ്യുക, കാരണം നമുക്കിത് കാണുന്ന സമയത്ത് ഡൗട്ട് വരുമല്ലോ. ചേട്ടാ ഈ ചെക്കനെ അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇന്ത്യയിൽ നിന്ന് പോയ ഇവനെ അവിടെ ഇസ്രായേലിൽ അവിടെ ഉള്ളൊരു ലേഡി കണ്ട് തിരിച്ചറിഞ്ഞ് റെക്കഗ്നൈസ് ചെയ്ത് അത് അവനോട് ചോദിച്ച് ആൻഡ് അപ്പോഴത്തേക്കും അവനെ കോൾ ചെയ്ത് എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകണോ, ഹെൽപ്പ് വേണമെന്ന് ചോദിക്കുന്നു, കൊണ്ടുപോകുന്നു. ഡൗട്ട് തോന്നാൻ മാത്രമില്ലേ. Yeah. Welcome. Thank you. How you know? I know. But how you know? How you know? പുള്ളിക്കാരിക്ക് എന്നെ അറിയാം. പുള്ളിക്കാരി എൻ്റെ അടുത്ത് ചോദിച്ചത് ആർ യു ദ ഇന്ത്യൻ ബ്ലോഗർ എന്നാണ് ചോദിച്ചത്. നീ ഇന്ത്യയിലെ ബ്ലോഗർ ആണോ എന്നാണ് കേട്ടോ. ഞാനിവിടെ വന്നത് പുള്ളിക്കാരി അറിഞ്ഞു. അതായത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ തപ്പിപ്പിടിച്ച് ഇവിടെ ഉള്ള ഒരു ഇസ്രായേലി ഒരു ട്രാവലറിനെ മെസ്സേജ് അയച്ചു. അപ്പോൾ പുള്ളിക്കാരി തായ്ലൻഡിലാണ്. അപ്പോൾ പുള്ളിക്കാരി ഏതൊക്കെയോ ഗ്രൂപ്പിലൊക്കെ ഇട്ട് അങ്ങനെ അവർക്ക് എന്നെ മനസ്സിലായി. അങ്ങനെയാണ് കേട്ടോ. പുള്ളിക്കാരി നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. പക്ഷെ പുള്ളിക്കാരി പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, ജെറുസലേമിൽ പോവാം, തെല്ലവീവ് പോവാം, പക്ഷേ ബത്ലഹേമിൽ പോകരുത്, അവിടെ ക്രിസ്ത്യൻസ് ആണ്, പിന്നെ ബാക്കി അറബ്സ് ആണ്, അവിടെ കൊള്ളില്ല, അതുകൊണ്ട് സേഫ് ആയിരിക്കില്ല, അവർ കൊള്ളില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ എപ്പോഴെങ്കിലും റോക്കറ്റ് വീണാൽ അത് തന്നെയാണ് എല്ലാവരും പറഞ്ഞത്. ഇവിടെ ഷെൽട്ടറുകളുണ്ട്, അവിടെ പോയി ഒളിക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമില്ലെങ്കിൽ ഇതുപോലെ തറയിൽ കിടക്കുക. അതാണ് കേട്ടോ. എപ്പോൾ വേണോ ബോംബ് വീഴുമ്പോൾ സൈറൻ കേൾക്കും. അതാണ്. ഒക്കെ കഴിച്ചു. ഞാനിപ്പോൾ വീണ്ടും നമ്മുടെ സിനഗോഗിന്റെ ഫ്രണ്ടിൽ വന്നിരിക്കുകയാണ്. തൻ്റെ മറ്റേ പുള്ളിക്കാരി ഇല്ലേ, നമ്മൾ നിങ്ങളാണോ ഇന്ത്യൻ ബ്ലോഗർ എന്നൊക്കെ ചോദിച്ച പുള്ളിക്കാരി എന്നെ മെസ്സേജ് അയച്ചു. പുള്ളിക്കാരി പറഞ്ഞു സിം എടുക്കാൻ പോകണമെങ്കിൽ കൂടെ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരിയുടെ കൂടെയാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. നമ്മുടെ പുള്ളിക്കാരിയുടെ പേരും മറന്നില്ല, അകാല അങ്ങനെ എന്തോ ആണ്. പുള്ളിക്കാരിയുടെ കൂടെ ഞാനിപ്പോൾ ഇവിടുത്തെ ഒരു പ്രാദേശികമായിട്ടുള്ള ഒരു ഭക്ഷണം ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ഭക്ഷണം. കണ്ടില്ലേ, ഇത് ആക്ച്വലി കൊണ്ടുവന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ ഇറാഖി ജ്യൂസിലെ 1960 കാലഘട്ടത്തിൽ ഇസ്രായേലിൽ നമ്മുടെ ഇറാഖിൽ നിന്ന് വന്ന ജ്യൂസാണ് ഈ സംഭവം കൊണ്ടുവന്നത്. ഇറാഖിൽ ചക്ഷുക്ക ഭയങ്കര ഫേമസ് ആണ്. ഇത് ഉത്ഭവിച്ച രാജ്യത്തിന്റെ ഒരു ടേസ്റ്റ് ഉണ്ട്, കൊള്ളാം. ഈ കാണുന്നത് ഇവരുടെ ഇസ്രായേലിലുള്ള ആളുകൾക്ക് മിസൈൽ വീഴുമ്പോൾ അലേർട്ട് വരാനുള്ള ആപ്ലിക്കേഷനാണ്. ഈ അലേർട്ട് ഇവർക്ക് മൊബൈലിൽ ആക്സസ് ആക്കിയാൽ ഇവർക്ക് അത് തുറക്കുമ്പോൾ അതിൽ ആപ്ലിക്കേഷൻ അറിയാം. ഏത് സ്ഥലത്താണെങ്കിലും ഈവൻ സൈലന്റ് മോഡാണെങ്കിലും അലേർട്ട് വരും കേട്ടോ. അപ്പോൾ അയൺ ഡോം സിസ്റ്റം മാത്രമല്ല, ഇതുപോലുള്ള ആപ്ലിക്കേഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ അതൊക്കെ ആയിരുന്നു ആ ലേഡി ആയിട്ടുള്ള അവൻ്റെ ഇൻട്രാക്ഷനും കാര്യങ്ങളും സംഗതികളൊക്കെ. അവിടെ ഒരു ഡൗട്ട് ചെറുതായിട്ട് എനിക്ക് തോന്നി, എൻ്റെ അപ്ഡേറ്റ്സ് ഒന്നും ഇല്ലാത്തപ്പോൾ. എന്നാണെങ്കിൽ അതെന്തായാലും ക്ലിയർ ആയിട്ടുണ്ട് ഇപ്പോൾ ഒരു അപ്ഡേറ്റ് ഇട്ട സമയത്ത്. ഇനി കമൻറ്റ് ബോക്സിലേക്ക് പോവുകയാണെങ്കിൽ, ഹലോ മാഹിൻ, നിങ്ങൾ ഇസ്രായേലിനെയും ജൂതന്മാരെയും കുറിച്ച് എന്തെങ്കിലും നല്ലത് പറഞ്ഞാൽ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് നിങ്ങളെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ചാനൽ കാണുന്നത് നിർത്തുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്നുണ്ടോ? ഈ പക്ഷാഭേദപരമായ ബ്ലോഗിംഗ് നിർത്തുക. ബ്ലോഗിംഗ് ഈസ് യുവർ പാഷൻ, റൈറ്റ്? ഈ അൾട്രാ ജിഹാദികളെ പ്രീതിപ്പെടുത്തേണ്ടതില്ല. ശരിക്കും ഇവൻ അങ്ങനെ എന്താ പറയുക, ഒരു ജിഹാദി സുഡാപ്പി ടീംസിനെ പ്രീതിപ്പെടുത്തുന്ന രീതിയിലുള്ളൊരു വ്ളോഗിങ് ഇസ്രായേൽ ചെന്നു എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല പേഴ്സണലി. അങ്ങനത്തെ ഒരു സാധനം ചെയ്തില്ല അവൻ. ആ രാജ്യത്ത് കണ്ടത് ഇപ്പോൾ നമുക്ക് വിഷ്വൽസിൽ കണ്ടാൽ നമുക്ക് മനസ്സിലാവില്ല. പിന്നെ ചില പോർഷൻസിൽ ഇവൻ സംസാരിക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് അവിടെയുള്ള ആളുകൾക്ക് ക്രിസ്ത്യൻസിനോടും ബാക്കി ടീംസിനും മുസ്ലിംസിനോടൊക്കെ ചെറുതായിട്ട് സീൻ ഉണ്ട് എന്നുള്ളത് പറയുന്നുണ്ട്. അതൊന്ന് വിളിക്കുക. ഇവിടെ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ടുള്ള ആളുകളെ കാണാൻ സാധിക്കും. ചില ആളുകൾ റിലീജിയസ്, ചില ആളുകൾ നോൺ റിലീജിയസ് ആയിട്ടുള്ള പല ആളുകളും കാണാൻ സാധിക്കും. ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യം എന്ന് പറയുമ്പോൾ ഇവിടെ കൂടുതൽ ആളുകളും തെല്ലവീവിൽ കൂടുതൽ ആളുകളും
അധികം റിലീജിയസ് അല്ലാത്ത ആളുകളാണ്. മാത്രമല്ല ഇവർക്ക് റിലീജിയസ് ആളുകളെ വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. സെക്യുലർ ആയിട്ടുള്ള ആളുകൾക്ക് റിലീജിയസ് ആയ ആളുകളെ ഭയങ്കര ഇഷ്ടമൊന്നുമില്ല. അവരെക്കുറിച്ച് ഇങ്ങനെ വെറുതെ പറയുന്നതാണ്. എൻ്റെ കൂടെ ഉള്ള പുള്ളിക്കാരിയും അവർ ഭയങ്കര എന്താ പറയുക, ഇങ്ങനെയുള്ള ആളുകൾ അങ്ങനെ അധികം ഇഷ്ടമൊന്നുമില്ല, റിലീജിയസ് ആയിട്ടുള്ള ജൂതമതക്കാരെ. ഇവിടെ ഉള്ള ആളുകൾക്കും ഇവിടെ ആയിട്ടുള്ള, അതായത് ഓർത്തഡോക്സ് ആയിട്ടുള്ള ജൂതമതക്കാരെ ആർക്കും ഇഷ്ടമല്ല. കൂടുതലായിട്ട് പ്രാർത്ഥിക്കുന്ന ആളുകളെ ഇഷ്ടമല്ല. കാരണം ഇവരെന്ന് പറയുമ്പം ആർമിയിൽ പോകണ്ട, ഇവർക്ക് പണിയെടുക്കണ്ട, ഇവർ വെറുതെ തോറ പഠിച്ചാൽ മാത്രം മതി, ഇവർക്ക് ഗവൺമെന്റിൽ നിന്ന് പൈസ കിട്ടും, ഇവർക്ക് വേറെ ആർമിയിൽ ജോയിൻ ചെയ്യേണ്ട അങ്ങനെയൊന്നുമില്ല. ഇതെല്ലാം ജോയിൻ ചെയ്യേണ്ടതും ഇവിടെ ഉള്ള കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടതും ഇതുപോലെ, ഇവർക്ക് ടാക്സ് അടയ്ക്കേണ്ട, അങ്ങനത്തെ ഇതൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇവർക്ക് ഇഷ്ടമല്ല. അപ്പൊ ഇവിടുത്തെ ഗവൺമെന്റ് വോട്ട് കിട്ടാൻ വേണ്ടി ഇവിടെ ഉള്ള സാധാരണ ആയിട്ടുള്ള ഈ ഇങ്ങനെ റിലീജിയസ് ആയിട്ടുള്ള ആളുകളെ കൂടെ പിടിച്ച് അവർക്ക് ഇതുപോലുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കും. അപ്പൊ അതുകൊണ്ട് എല്ലാ ആഴ്ചയും ഇവിടെ പ്രൊട്ടസ്റ്റ് ഉണ്ട്, ഗവൺമെന്റിനെതിരെ, ഇവിടുത്തെ ഭരണാധികാരികൾക്ക് എതിരെ ആയിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റ് ഉണ്ട്. പിന്നെ നമ്മുടെ കിഡ്നാപ്പ് ചെയ്തവരെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള പ്രൊട്ടസ്റ്റും എല്ലാം ഉണ്ട്. അപ്പൊ അവരുടെ കൂടെ ഞാൻ ഇരുന്ന് സംസാരിക്കുമായിരുന്നു. ഇവരുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ക്രിസ്തു മതക്കാരെടുത്തും മുസ്ലിം മതക്കാരെടുത്തും ഇവർക്ക് ചെറുതായിട്ടൊരു ഹേറ്റ് ഉണ്ട് കേട്ടോ. അത് ഞാൻ മനസ്സിലാക്കി. അത് ഇവര് ഭയങ്കര വലിയ വിശ്വാസി അല്ലെങ്കിൽ പോലും ഇവർക്ക് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും അധികം ഇഷ്ടമല്ല. നിങ്ങൾക്ക് ഇതിനൊക്കെ സമയമുണ്ട്, നിങ്ങൾക്ക് ആർമിയിൽ ജോയിൻ ചെയ്യാൻ സമയമില്ല. അതായത് ഞാൻ പറഞ്ഞില്ല, അതായത് കുറെ ആളുകൾ വെറുതെ നടക്കുവാണ് കേട്ടോ. കുറെ ആളുകൾ ഇവർക്ക് ഇവിടുത്തെ ഭരണഘടനയുടെ ആനുകൂല്യം ഉള്ളതുകൊണ്ട് ഇവർക്ക് പണിയെടുക്കണ്ട. അതുകൊണ്ട് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഭയങ്കര മതപരമായിട്ടുള്ള ആളുകൾ ഇഷ്ടമില്ല. അതുകൊണ്ട് എന്നെ 2 പേര് വന്നിട്ട് ഇവിടെ കംപ്ലയിൻറ്റ് ചെയ്തു. പിന്നെ എനിക്ക് മനസ്സിലായത് പുള്ളിക്കാരൻ ആക്ച്വലി മറ്റു രാജ്യമല്ല, ഇസ്രായേലിൻ്റെ എതിർഭാഗത്തുള്ള രാജ്യത്തിന് പുള്ളിക്കാരൻ പലസ്തീൻ എന്ന് തന്നെയാണ് പറയുന്നത്. അത് പുള്ളിക്കാരൻ പറയുന്നു അവർക്ക് അവരുടെ ലാൻഡ്, നമുക്ക് നമ്മുടെ ലാൻഡ് എന്നൊക്കെ പുള്ളിക്കാരൻ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ചില ആളുകൾ ഭയങ്കര ഇതാണ്. ചില ആളുകൾ എന്ന് പറയുമ്പോൾ കുറച്ച് പ്രശ്നമാണ്. ഇവിടെ ഭയങ്കര വീടാണ് കേട്ടോ. ഓരോ ആളുകളിൽ നിന്ന് സംസാരിക്കുമ്പോഴും ഭയങ്കര ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. ഭയങ്കര ത്രില്ലിംഗ് ആണ് കേട്ടോ ഓരോ ആളുകളുടെ അടുത്തും സംസാരിക്കാൻ. കുറേ ആളുകൾ നമ്മൾ സംസാരിക്കുന്നത് വീഡിയോഗ്രാഫിയിലൊന്നും ഉൾപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ അത് ഞാൻ മാത്രം മനസ്സിലാക്കുന്നു. പിന്നെ കുറേ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ഞാൻ ഓപ്പണായിട്ട് നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നുമില്ല. അത് നിങ്ങൾ കേട്ടല്ലോ. ആക്ച്വലി ഇതൊന്നും അവന് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അവനോട് ആരൊക്കെയോ പറഞ്ഞ കാര്യങ്ങൾ, അവിടുത്തെ ലോക്കൽസ് പറഞ്ഞ കാര്യങ്ങളാണ് അവൻ വീഡിയോനകത്ത് പറയുന്നത്. മേ ബി അത് വെച്ചിട്ടാവും ഞാൻ പ്രീവിയസ്ലി കാണിച്ച കമൻറ്റും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വന്നിട്ടുണ്ടാവും കേട്ടോ. ഇതുപോലുള്ള മതം തലയിൽ വച്ച് നടക്കുന്നവനെ, അങ്ങോട്ട് കയറ്റിയവനെ പറഞ്ഞാൽ മതി ജിഹാദി, ഞാൻ സബ്സ്ക്രൈബ് ചെയ്തു. നെതന്യാഹുവിനെ പറഞ്ഞാൽ മതി എന്നാണോടെ കമൻ്റ് ഇട്ടത്. ഇനി അടുത്തത്, ഇപ്പോൾ ഗാസയിലുള്ളവർക്കും ഹമാസ് തീവ്രവാദികൾക്കും ഷഡ്ഡി ഉടുക്കാൻ നേരം കിട്ടുന്നില്ല. ഫുൾ ടൈം എയറിലല്ലേ, ഇസ്രായേൽ നിലം തൊടിയിച്ചിട്ട് വേണ്ടേ? ഈ നായിൻ്റെ മോനെ റിപ്പോർട്ട് അടിച്ച് പൂട്ടിക്കണം. അൽ തൂറാൻ പഠിച്ച വേണ്ട, വായിക്കുന്നില്ല. ഇനി അടുത്തത്, ഇവൻ്റെ വീഡിയോ പരമാവധി ആളുകളിൽ ഇസ്രായേൽ ഗവൺമെൻറ് ഏജൻസികൾക്ക് അയച്ചു കൊടുത്ത് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. അവിടുത്തെ ഗവൺമെൻറ് ഏജൻസികളെ ഇൻസ്റ്റാഗ്രാം ആൻഡ് ഫേസ്ബുക്ക് പോലുള്ള സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ പരമാവധി ആളുകൾ അയച്ചു കൊടുക്കുക. അതായത് ഇവനെ ട്രാപ്പാക്കാൻ വേണ്ടിയിട്ട് അവിടെ തന്നെയുള്ള മലയാളികൾ എല്ലാവരും കൂടി ചെയ്ത പരിപാടിയാണ് എന്നുള്ളൊരു സംശയം കൂടി എനിക്ക് പേഴ്സണലി കമൻറ്റും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. ഇനി നമുക്ക് നോക്കാം മാഹിൻ്റെ എക്സ്പ്ലനേഷൻ, എന്തുകൊണ്ട് മാഹിൻ വീഡിയോ ഇട്ടില്ല എന്നുള്ള സ്കീം. ഓക്കെ, കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു. എന്നെ കാണാത്തതിനാൽ പലരും ആശങ്കയിലായെന്ന് ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. എല്ലാവരും എന്നെ ഓർക്കുന്നു എന്നറിയുന്നത് വളരെ സന്തോഷമുണ്ട്. ഞാൻ എന്ന മാഹിൻ ജനിച്ചത് മുസ്ലിം കുടുംബത്തിലാണെങ്കിലും ഒരിക്കൽ പോലും മറ്റൊരു മുസ്ലിം വ്യത്യസ്തമായി കണ്ടിട്ടില്ല. ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന ഞാൻ എൻ്റെ യാത്രകളിൽ സ്ഥിരമായി ക്രിസ്ത്യൻസ് ദേവാലയങ്ങളും ക്ഷേത്രങ്ങളും ഒക്കെ തങ്ങുന്നതും അവരുടെ ആചാരങ്ങളൊക്കെ കാണിക്കുന്ന ഡെയിലി കാണുന്നവർക്ക് അറിയാം. എന്നിട്ടും കുറച്ച് നാളുകളായി ഞാൻ വ്ളോഗിങ്ങിൽ ഞാൻ തീവ്രവാദി, വർഗീയവാദി, സുഡാപ്പി എന്നുള്ള നിലയിൽ എന്നെ സോഷ്യൽ മീഡിയയിൽ പലരും പറയാറുണ്ട്. അത് ലൈക്ക് കണ്ടന്റുകൾ നോക്കിയാൽ മതി. നിങ്ങൾ കമൻറ്റ് ബോക്സിലും ഇവൻ കൊടുത്ത ചിലപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ സീനായിരിക്കാം. പലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള വിഷയം വരുമ്പോഴൊക്കെയാണ് ഈ സാധനം വരുന്നത് എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ഇന്ത്യയിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിൽ പോയ പല അമുസ്ലിം യാത്രികർക്കും എങ്ങനെ അവിടുത്തെ ഭരണകൂടത്തെ വിശേഷിപ്പിച്ചോ അതുപോലെ തന്നെയാണ് ഞാനും അവരെ ചെന്ന് വിശേഷിപ്പിച്ചത്. നല്ലത് കണ്ട നല്ലതും, മോശമെന്ന് കണ്ട മോശമെന്നും പറയുന്നു. ഓക്കെ, എന്നിട്ടും അമുസ്ലിം വ്ളോഗർമാരെ ഒഴിച്ച് എന്നെ മാത്രം തിരുവാതി എന്ന് മുദ്ര കുത്താൻ മലയാളികൾക്ക് മടി കാണിച്ചിട്ടില്ല. അത് സത്യമാണ്. ഇവനെ മാത്രമാണ് ഇങ്ങനെ വർഗീയവാദി, തീവ്രവാദി,
സുഡാപ്പി എന്നുള്ള സാധനം കുത്തിവെച്ച് കൊണ്ട് നടക്കുന്നത്. മേ ബി ഇതിൻ്റെ ഒരു പ്രൊവോക്കേഷൻ വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർത്തിലേക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് പല സമയത്തും മാഹിൻ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടുത്തെ കുറച്ച് സീനുകളും എടുത്ത് വീഡിയോ ആക്കിയിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ടായിരിക്കും അവിടുത്തെ സംഘ് ടീംസ് ഇവനെ പിടിച്ച് എയർ കയറ്റി വിട്ടത്. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം ഇസ്രായേലിലെത്തി ഞാൻ പതിവ് പോലെ അവിടുത്തെ കണ്ട നല്ല കാര്യങ്ങളും എനിക്ക് തോന്നിയ മോശമായ കാര്യങ്ങളും എടുത്തു പറയുകയുണ്ടായി. ഇതിനിടയിൽ എൻ്റെ ഒരു വീഡിയോയിൽ അബദ്ധവശാൽ ജൂത ജഡ്ഡി എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ടായി. ഞാൻ നേരത്തെ വെച്ച പോർഷനിൽ പിന്നെ അത് ട്രിം ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ജൂത ജഡ്ഡി എന്നുള്ളത് അവിടെയാണ് പറഞ്ഞുള്ളത്. കുറച്ച് സമയമെടുത്തു ഞാൻ ചെയ്ത തെറ്റാണെന്ന് മനസ്സിലാക്കാൻ, അത് തിരുത്തി തന്നു. ഇതിൻ്റെ തെറ്റ് ചൂണ്ടിക്കാണിച്ച് ഇസ്രായേൽ ജോലി ചെയ്യുന്ന ഒരു മലയാളി എനിക്കെതിരെ എന്നെ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് ഒരു വീഡിയോയും രംഗത്തെത്തി. ഞാനൊരു മുസ്ലിമാണെന്നും എൻ്റെ നാമം മാഹീൻ ആയതിനാൽ തന്നെ ഒരു തീവ്രവാദിയാണെന്നുമൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നെ വളരെയധികം മാനസികമായി തളർത്തുന്ന രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ നടത്തി. ട്രാവൽ ഈസ് പൊളിറ്റിക്സ് എന്ന വിഷയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ യാത്രയിൽ ഭക്ഷിക്കുന്ന KFC എന്ന ബ്രാൻഡ് എത്രത്തോളം ഒരു രാജ്യത്തിൻ്റെ പുരോഗതിക്ക് ഉപകരിക്കുമെന്ന് പറഞ്ഞിരുന്നു. അത് ബ്ലണ്ടറായിരുന്നു എന്ന് എനിക്കും പറയാനുള്ളൂ. KFCൻ്റെ മാറ്ററൊക്കെ ഇപ്പം പറഞ്ഞത് എനിക്ക് പേഴ്സണലി അത് ബ്ലണ്ടറായിട്ട് തോന്നി. ഈ ബോയ്ക്കോട്ട് KFC ഇസ്രായേൽ, അത് ഇതിൻ്റെ ഇക്കണോമിക്കലി ഇസ്രായേലിനെ എങ്ങനെ ഇതാക്കുന്നു, അപ്പോൾ ബോയ്ക്കോട്ട്, അതുപോലെ എനിക്ക് എത്രത്തോളം കൺവിൻസിങ് ആയിട്ട് തോന്നിയില്ല ഉള്ള കാര്യം പറയണല്ലോ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പറയുമ്പോൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ട്രാവൽ ഈസ് പൊളിറ്റിക്കൽ എന്ന് പറയുന്നൊരു സംഗതി പറഞ്ഞു മുന്നോട്ട് പോകാൻ മാഹിൻ്റെ ശേഷം സീനായിരിക്കും. കാരണം ഇങ്ങനത്തെയൊക്കെ രാജ്യങ്ങളിൽ പോകുന്ന സമയത്ത് അപ്പോഴാണ് മാഹിൻ്റെ ഈ പറഞ്ഞ രാഷ്ട്രീയവും അതൊക്കെ ആളുകൾ വെച്ച് നോക്കുകയും അല്ലെങ്കിൽ ആ രാജ്യത്തുള്ള ആളുകൾ മാഹിന്, നമ്മളെ നാട്ടുകാരനെ മാഹിനെതിരെ വരികയും അങ്ങനത്തെയൊക്കെ സീനുകൾ ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫഷന് ബാധിക്കുന്ന രീതിയിൽ നമ്മൾ കാര്യങ്ങൾ പറയാതെ മുന്നോട്ട് പോകുക എന്നുള്ളൊരു സംഗതി മാക്സിമം ചെയ്യാൻ നോക്കുക. കാരണം നമ്മുടെ നാട്ടിലിരുന്നുകൊണ്ട് ചെയ്യാൻ നമുക്ക് വലിയ പ്രശ്നമാണ്. നാട്ടിലിരുന്നുകൊണ്ട് നമുക്ക് പറയാൻ വലിയ വിഷയമുള്ള കാര്യമില്ല. കാരണം നമുക്ക് അറിയുന്നവർ, നമ്മളെ സ്നേഹിച്ചവരും കാണും. പുറം രാജ്യങ്ങളിൽ പോകുന്ന ഒരാൾക്ക് മേ ബി ഇതൊരു കൂച്ചുവിലങ്ങ് ആയിരിക്കണം ഈ ഇൻ്റർവ്യൂസിൽ ഇരുന്നു കൊണ്ട് ആ രാഷ്ട്രീയവും അതൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പം എന്താണെങ്കിലും പല രീതിയിലുള്ള കമൻറ്റുകളും കാര്യങ്ങളൊക്കെ ഇസ്രായേലിൽ ജയിലിലിടണം അത് ഇതെന്നൊക്കെ വന്നത് ഈ ചെക്കന് ഭയങ്കരമായിട്ട് ഏറ്റിട്ടുണ്ട്. അങ്ങനെ വന്ന സമയത്ത് ഇവൻ എന്ത് ചെയ്ത് വീഡിയോസ് ഇടുന്നത് കുറയ്ക്കാൻ വേണ്ടി തീരുമാനിച്ചു, അല്ലെങ്കിൽ വീഡിയോ ഇടുന്നില്ല ഇനി എന്നുള്ളൊരു ടേംസിലെത്തി എന്നുള്ളതാണ് എവിടെ വന്ന് പറയുന്നത്, ഈ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റിൽ പറയുന്നത്. പിന്നീട് അവിടെയുള്ള കുറേ മലയാളികൾ തന്നെ പേഴ്സണലി വിളിച്ച് ഫോൺ വിളിച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോവുകയും സ്നേഹം കാണിക്കുകയൊക്കെ ഉണ്ടായി എന്നും മാഹിൻ അതിനകത്ത് പറയുന്നുണ്ട്. ഒരു മുസ്ലിം ഏതെല്ലാം മുസ്ലിം രാഷ്ട്രത്തിൻ്റെ നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ അവനെ സുഡാപ്പി എന്നും, ഒരു ഹിന്ദു നാമധാരി നരേന്ദ്രമോദി ഭരണത്തിൽ ഇന്ത്യയിൽ കണ്ട ഏറ്റവും നല്ല കാര്യം പറ്റി സംസാരിച്ചാൽ അവനെ സംഘി എന്നും മുദ്രകുത്തുന്ന ഈ വൃത്തികെട്ട സോഷ്യൽ മീഡിയ കമൻറ്റുകൾക്ക് ഇനിയെങ്കിലും ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. കറക്റ്റ് കാര്യമാണ്. അതിനാൽ കുറച്ച് ദിവസത്തേക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഞാൻ ആക്റ്റീവായി ഉണ്ടായിരിക്കുന്നതല്ല എന്ന് കൂടി കൂട്ടിച്ചേർക്കുന്നു. നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമാണെന്ന് ബെന്യാമിൻ്റെ വാക്കുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, മാഹിൻ. ഇതാണ് മാഹിൻ്റെ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മാഹിനെ IDF പിടിച്ചിട്ടുമില്ല, മാഹിനെ മൊസാദ് കൊണ്ടുപോയിട്ടുമില്ല, മാഹിന് സീനൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. ബട്ട് ഞാൻ പറയുന്നത് സീനാക്കാൻ വേണ്ടിയിട്ട് മാഹിൻ അവിടെ എത്തിയ സമയത്ത് മാഹിൻ്റെ രാഷ്ട്രീയവും മാഹിൻ്റെ മതവും നോക്കി മാഹിന് സീൻ വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വെരി അൺഫോർച്ചുനേറ്റ് അവിടെയുള്ള കുറേ മലയാളികൾ തന്നെ ശ്രമിക്കുന്നു എന്ന് അറിഞ്ഞതിൽ വളരെയധികം സങ്കടമുണ്ട് ഗൈസ്. ഒരു രാജ്യത്ത് ഒരു ട്രാവലർ ചെല്ലുന്ന സമയത്ത് അയാൾക്ക് അവിടെയുള്ള നല്ലതും ചീത്തയുമൊക്കെ പറയാം. ഓക്കെ, പല രാജ്യങ്ങളിലും ഭയങ്കരമായിട്ട് അവിടുത്തെ മോശം പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ച് സീനാക്കും. ഇതങ്ങനെയല്ലേ, മാഹിൻ അവിടുത്തെ ആളുകളോട് സംസാരിച്ചിട്ട് അവിടുത്തെ നല്ല തന്നെയാണ് കൂടുതൽ സംസാരിച്ചുള്ളത്. അവിടെ കണ്ട മോശം എന്നവൻ പറഞ്ഞുള്ള അവിടുത്തെ ഒരു ചുറ്റുപാടുള്ള വൃത്തിയില്ലായ്മയും കാര്യങ്ങളും, പിന്നെ അവിടുത്തെ രാജ്യത്തുള്ള ആളുകൾ എല്ലാവരും തീവ്ര ചിന്താഗതിയുള്ള ആളുകളല്ല. ഓക്കെ, എല്ലാവരും വളരെ എന്താ പറയുക കുറച്ചൊക്കെ നല്ല രീതിയിൽ ചിന്തിക്കുന്ന അല്ലെങ്കിൽ സെക്യുലറായിട്ട് ചിന്തിക്കുന്നവരുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. അത് നല്ലതല്ലേ ഒരു രാജ്യത്തേക്ക്. ഇപ്പോൾ ഞാൻ ഇസ്രായേലിൽ പോകാൻ എനിക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് ചിന്തിക്കുന്നത് പോകണ്ടേ, അവിടെ കുറച്ചും കൂടി ലിബറൽ, കുറച്ച് അടിപൊളിയായിട്ട് ചിന്തിക്കുന്ന സെക്യുലറായിട്ട് ചിന്തിക്കുന്ന ആളുകൾ ആ നാട്ടിലുണ്ട്, ന്യൂട്രൽ ഫേസിൽ ഇരിക്കുന്ന ആളുകളുണ്ടെന്ന് വേറെ ആൾ വഴി അറിയുന്നത് നമുക്ക് നല്ലതാണ്. പിന്നെ ചിലപ്പോൾ ഒരു ഹെസിറ്റേഷനിൽ നിൽക്കുന്ന ആളുകളുണ്ടാവും രാജ്യത്ത് പോകാൻ, അവർക്ക് നന്നായിട്ട് പോകാൻ പറ്റും. അവിടെ ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു അടിപൊളിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ അവിടെ പോകും, അത് നല്ലതല്ലേ ഒരു രാജ്യത്തിന്. ഓക്കെ, പക്ഷേ ഇവൻ പറഞ്ഞ ബാക്കി രാഷ്ട്രീയം വെച്ചും ഇവൻ്റെ മതം വെച്ചും അല്ലെങ്കിൽ ഇവൻ്റെ ലൈക്ക് ഓരോരുത്തർക്കും ഓരോ സ്റ്റാൻഡാണ്. ഞാൻ പറഞ്ഞു KFCൻ്റെ കാര്യം പറഞ്ഞാൽ നമുക്ക് ബ്ലണ്ടറായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ആയി. സോ അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ ചിലപ്പോൾ ആ മനുഷ്യൻ്റെ അയാളുടെ ചിന്തകളിൽ അങ്ങനെ ആയിരിക്കാം, അയാൾ അങ്ങനെയാണ് പഠിച്ചിട്ടുണ്ടാവുക. സോ അതുകൊണ്ട് പറഞ്ഞതായിരിക്കാം എന്നുള്ള രീതിയിൽ നിങ്ങൾ കണ്ടുവിടണം. അയാളുടെ ജോലിയുടെ ഭാഗമായിട്ടാണ്
ഇസ്രായേലിൽ എത്തിയതും അവിടുത്തെ കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ഇവനെ ഇസ്രായേലിൽ എത്തിയിട്ട് ഇവനെ എങ്ങനെ IDF കൊണ്ട് പിടിപ്പിക്കണം എന്നുള്ള മലയാളികളുടെ ചിന്തയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ കഷ്ടം, മോശം എന്നേ എനിക്ക് പേഴ്സണലി പറയാനുള്ളൂ. അങ്ങനത്തെ കാര്യങ്ങൾ ഒരു മലയാളി വേറെ മലയാളിക്ക് ഭാര്യ അവിടെ തിരിക്കുക. ഓക്കെ.